ടയർ അല്ലെങ്കിൽ റൈഡ് ഹാൻഡ്ലിങ്ങിനെ ബാധിക്കും, നമ്മുടെ ഒരു ട്രാവൽ കംഫർട്ടിനെ ഇത് ബാധിക്കും, ബ്രേക്കിംഗ് എഫിഷ്യൻസിയെ ബാധിക്കും. നമസ്കാരം, വെൽക്കം ടു ആർസണൽ കാർ കസ്റ്റംസ്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഈ മഴക്കാലത്ത് നമ്മൾ നല്ല സെറ്റ് ഓഫ് വൈപ്പർ ബ്ലേഡ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടയർസ്, നല്ല ടയറുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഞാനിപ്പോൾ ഈ അടുത്തൊക്കെ ചില ഇങ്ങനെ വീഡിയോകൾ കാണുമ്പോൾ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലതരത്തിലുള്ള നമ്മളത് കേൾക്കാത്ത പേരിലുള്ള ബ്രാൻഡുകളിലുള്ള ടയറുകൾ 5000 രൂപയുടെ ടയർ 500 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം, നമ്മൾ എത്രയോ വില കൊടുത്ത് വലിയ പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചിട്ട് ആ വാഹനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നല്ല ഒരു സെറ്റ് ഓഫ് ടയർസ്, 4 ടയേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് വുഡ് ബി ഹൈലി റിസ്കി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വെറ്റ് ആയിട്ടുള്ള റോഡുകളിലൊക്കെ നമ്മൾ പോകുന്നത്, നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഈ റൈഡ് ഹാൻഡ്ലിംഗ്, ഒരു നല്ല ടയർ അല്ലെങ്കിൽ റൈഡ് ഹാൻഡ്ലിങ്ങിനെ ബാധിക്കും, നമ്മുടെ ഒരു ട്രാവൽ കംഫർട്ടിനെ ഇത് ബാധിക്കും, ബ്രേക്കിംഗ് എഫിഷ്യൻസിയെ ബാധിക്കും, വണ്ടിയുടെ സ്റ്റെബിലിറ്റി ബാധിക്കും. ഫോർ ഷുവർ വണ്ടിയുടെ സ്റ്റെബിലിറ്റി ബാധിക്കും. പിന്നെ ചിലപ്പോഴെങ്കിലും നമുക്ക് നല്ല ടയർ അല്ലെങ്കിൽ അതിന്റെ ഫ്യൂവൽ എക്കോണമിനെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെയുള്ള കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടയറുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും ഗോ ഫോർ ബെറ്റർ ബ്രാൻഡ്സ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നല്ല നല്ല ഇന്ത്യൻ ഒറിജിനൽ ബ്രാൻഡുകളുണ്ട്, ഇമ്പോർട്ടഡ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. ഇവർക്ക് എല്ലാത്തിനും വളരെ നല്ല, നിങ്ങളുടെ വണ്ടിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ട്രെഡും പാറ്റേണും സൈസും ഒക്കെ മാച്ച് ചെയ്യുന്ന ടയറുകൾ ഉപയോഗിക്കുക. ടയറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു തീരുമാനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.